ഡൈപോൾ കാരണമുള്ള ഫീൽഡാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടുണ്ടായത് അല്ലേ. ഇവിടെയും നമ്മൾ ഡൈപോൾ കാരണമുള്ള ഫീൽഡ് കണ്ടെത്താൻ പോവാണ്. നേരത്തെ നമ്മൾ ഡൈപോളിന്റെ ആക്സിയൽ ലൈനിൽ, ഇതാണ് ഡൈപോൾ ആണെന്ന് വിചാരിക്കുക, ഇതിന്റെ ആക്സിയൽ ലൈനിൽ എവിടെയെങ്കിലും ഉള്ള ഫീൽഡ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഡൈപോൾ ഫീൽഡാണ്. അതിന് എന്താണ് ഈ ഇക്വറ്റോറിയൽ ലൈൻ എന്ന് അറിയേണ്ടടാ കുഞ്ഞുമക്കളെ, നോക്കിക്കോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡൈപോൾ കൺസിഡർ ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ആണ് കേട്ടോ. ഇതാ ഡൈപോൾ മൈനസ് ക്യൂ പ്ലസ് ക്യൂ, ചാർജസ് ആർ സെപ്പറേറ്റഡ് ബൈ the vector distance 2a. This is the midpoint of the dipole. Okay, midpoint of the dipole. This is a, and this distance is also a. Total vector distance is 2a. ഈ പോയിന്റിനെ ഞാൻ a എന്ന് വിളിക്കുന്നു, ഈ പോയിന്റിനെ ഞാൻ b എന്ന് വിളിക്കുന്നു. ഇനി എവിടെയാണടാ നമുക്ക് ഫീൽഡ് കണ്ടെത്തേണ്ടത്? ഇക്വറ്റോറിയൽ ലൈനിലാണ്. ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ആക്സിയൽ ലൈൻ. ഈ ആക്സിയൽ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ് ഇക്വറ്റോറിയൽ ലൈൻ. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എല്ലാ ലൈനും അല്ല, ഇതിന്റെ മിഡ് പോയിന്റിൽ കൂടി പോകുന്ന ലൈൻ. ഇതാ ഇതിന്റെ മിഡ് പോയിന്റിൽ കൂടിയിട്ട്, ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ കൂടിയിട്ട് ആക്സിയൽ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ് ഇക്വറ്റോറിയൽ ലൈൻ. അതായത് ഇതാ കുഞ്ഞുമക്കൾ, ഇതാ ഈ ലൈൻ. ഇതാണിടാ ഇക്വറ്റോറിയൽ ലൈൻ. ഓക്കെ, ഈ ഇക്വറ്റോറിയൽ ലൈനിൽ എവിടെയെങ്കിലുമുള്ള, ഇക്വറ്റോറിയൽ ലൈനിൽ എവിടെയെങ്കിലും, ഈ ലൈനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പോയിന്റ് എടുക്കുക. ഇക്വറ്റോറിയൽ ലൈനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പോയിന്റ് എടുക്കുക. ഞാൻ ഈ ഒരു പോയിന്റ് എടുക്കുന്നു, ഈ ഒരു പോയിന്റ് എടുക്കുന്നു. ആ ഒരു പോയിന്റിൽ എത്രയാണ് ഫീൽഡ്? ആ പോയിന്റിന് ഞാൻ സി എന്ന് വിളിക്കട്ടെ. സി എന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഫീൽഡ് എത്ര എന്ന് കണ്ടെത്തണം. ഓക്കെ, അപ്പോ എങ്ങനെ കണ്ടെത്തും? അവിടെയും നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണ് ഉപയോഗിക്കുന്നത്. ആദ്യം ആ പോയിന്റിൽ മൈനസ് ക്യൂ ചാർജ് കാരണമുള്ള ഫീൽഡ് എത്രയാണെന്ന് കണ്ടെത്തും. അതേ പോയിന്റിൽ പ്ലസ് ക്യൂ ചാർജ് കാരണമുള്ള ഫീൽഡ് എത്രയാണെന്ന് കണ്ടെത്തും. മൈനസ് ക്യൂ ചാർജ് കാരണമുള്ള ഫീൽഡ് കണ്ടെത്തും, പ്ലസ് ക്യൂ ചാർജ് കാരണമുള്ള ഫീൽഡ് കണ്ടെത്തും. എന്നിട്ട് രണ്ടിന്റെയും വെക്ടർ സം എടുക്കും. ആ രണ്ടെണ്ണത്തിന്റെയും വെക്ടർ സം എടുക്കും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോ ആദ്യം നമുക്ക് അവിടെ സി എന്ന പോയിന്റിലെ, ഇതാണ് ഒബ്സർവേഷൻ പോയിന്റ്. ആ ഒബ്സർവേഷൻ പോയിന്റ് മിഡ് പോയിന്റിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയാണ് എന്നുള്ള കാര്യം ഓർമ്മിച്ചിരിക്കണേ. അപ്പൊ ആ പോയിന്റിൽ ആദ്യം മൈനസ് ക്യൂ ചാർജ് കാരണമുള്ള ഫീൽഡ് നമുക്ക് എഴുതാം. സോ വാട്ട് ഈസ് ദി ഫീൽഡ്? ഫീൽഡ് അറ്റ് സി, ഫീൽഡ് അറ്റ് സി ഡ്യൂ ടു മൈനസ് ക്യൂ ചാർജ്. നമുക്കതിന് E1 എന്ന് വിളിച്ചാലോ? E1 is equal to, പറയാം അതൊരു പോയിന്റ് ചാർജ് ആണ്. പോയിന്റ് ചാർജ് കാരണമുള്ള ഫീൽഡ് 1/4πε0 മൈനസ് ക്യൂ ബൈ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെ. ആ ഡിസ്റ്റൻസിന് ഞാൻ, കുഞ്ഞുങ്ങളെ നോക്കണേ, മാസ്റ്റർ വരക്കുന്ന നോക്കിക്കോളൂ. ആ ഡിസ്റ്റൻസ് ആക്ച്വലി ഇതല്ലേടാ, ഇതല്ലേടാ കുഞ്ഞുമക്കളെ ആ ഡിസ്റ്റൻസ്. ഇതാണ് ആ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് എ സി എന്നാണ് അല്ലെ. ആ ഡിസ്റ്റൻസ് നമുക്ക് എ സി, ഇതാണ് ഡിസ്റ്റൻസ്, സി, എ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. സോ വാട്ട് ഈസ് മൈനസ് ക്യൂ ബൈ എ സി സ്ക്വയർ, മൈനസ് ക്യൂ ബൈ എ സി സ്ക്വയർ. ഇനി പറ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഡയറക്ഷൻ എങ്ങോട്ടാ? എടാ എന്തെങ്കിലും ഡയറക്ഷൻ കണ്ടുപിടിക്കുക. എന്താണ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു Q0 എന്ന് പറയുന്ന പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ചാൽ അതിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്, ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ?
ഇവിടെ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ചാൽ ആ ടെസ്റ്റ് ചാർജിന് ഇങ്ങോട്ടല്ല അട്രാക്ട് ചെയ്യുക. ഇത് മൈനസ് ക്യൂ ആണ്, അട്രാക്ഷൻ ആണ്. സോ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. സോ ദ ഡയറക്ഷൻ ഓഫ് E1, ഇതാണ് E1 ന്റെ ഡയറക്ഷൻ. ഇതാണ് E1 ന്റെ ഡയറക്ഷൻ. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് E1. ഓക്കേ, മാസ്റ്റർ വരച്ച് ശ്രദ്ധിച്ചോളൂ. ഇതാണ് E1 ന്റെ ഡയറക്ഷൻ. ഓക്കേ, ചിത്രം നല്ല വൃത്തിക്ക് മനസ്സിലാക്കണം കേട്ടോ. ഇതെന്താണ്? വാട്ട് ഈസ് ഫീൽഡ് ഡ്യൂ ടു പ്ലസ് ക്യൂ ചാർജ് E2. നമുക്ക് E2 എടുക്കാം. അപ്പോ അവിടേക്കുള്ള ഡിസ്റ്റൻസ് ഇതല്ലേ മക്കളെ? ഇതല്ലേ അവിടേക്കുള്ള ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ E2 is 1/4πε0 q by bc square. ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? എടാ അവിടെ ഒരു ടെസ്റ്റ് ചാർജ് Q0 വെച്ച് കഴിഞ്ഞാൽ അതിന് ഇത് റിപ്പൽ ചെയ്യുകയല്ലേ ചെയ്യുക. എങ്ങോട്ട്? ഇങ്ങോട്ട് റിപ്പൽ ചെയ്യോ. സോ ദി ഡയറക്ഷൻ ഓഫ് E2 എന്ന് പറയുന്നത് ഇങ്ങോട്ടല്ല. E1 ഇങ്ങോട്ടാണ്, പക്ഷെ E2 ഇങ്ങോട്ടല്ല. E2 എങ്ങോട്ടാണ്? ഡയറക്ഷൻ ഓഫ് E2 എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. ഇതാണ് E2 ന്റെ ഡയറക്ഷൻ. This is the direction of E2. തെറ്റിക്കൂടാതെ മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, അപ്പൊ E1 ന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടു, E2 ന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടു. നിങ്ങൾ അവിടെ നോക്കണം, മാഗ്നിറ്റ്യൂഡ് ഈക്വൽ അല്ലേ 1/4πε0 Q. ഒരേ ചാർജ് അല്ല, ഡൈപോൾ ഒരേപോലുള്ള ചാർജ് അല്ലേ, മാഗ്നിറ്റ്യൂഡ് ഈക്വൽ അല്ലേ. എസിയുടെ അതേ ലെങ്ത് തന്നെയല്ലേ ബിസിയുടെ ലെങ്ത്. അതായത് E1 ന്റെയും E2 ന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. പക്ഷെ E1 ന്റെയും E2 ന്റെയും ഡയറക്ഷൻ ഈക്വൽ അല്ല. അതുകൊണ്ട് രണ്ട് ഫീൽഡുകൾ ക്യാൻസൽ ചെയ്യപ്പെടൂല. ഫീൽഡ് ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിലും ഡയറക്ഷൻ ഈക്വൽ അല്ലാത്തത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്യപ്പെടൂല. അപ്പൊ നമ്മൾ ഇനി എങ്ങനെ ഇവിടെ ടോട്ടൽ ഫീൽഡ് കണ്ടെത്തും? അതിന് ഈ രണ്ട് വെക്ടറുകൾ കൂട്ടണം. നോക്കിക്കോ, എങ്ങനെയാണ് മാഷ് ചെയ്യുന്നത്? സപ്പോസ് ദിസ് ആംഗിൾ ഇസ് തീറ്റ, ദിസ് ഈസ് ഓൾസോ തീറ്റ. ഓക്കെ, ഇനി ഞാനിതാ ഈ ഡൈപോൾ ലെങ്ത്തിന് പാരലൽ ആയിട്ട് ഇവിടെ ഒരു ലൈൻ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അതായത് ആക്സിയൽ ലൈനിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ. എടാ കുഞ്ഞുമക്കളെ, ഈ ആംഗിൾ തീറ്റ എങ്കിൽ ഇതും തീറ്റ തന്നെയല്ലേ അല്ലേ? ഇത് തീറ്റ, ഇതും തീറ്റ. അപ്പൊ ഇവിടെ നിങ്ങൾ രണ്ട് വെക്ടർ കാണുന്നുണ്ട്. ഏതൊക്കെ? വെക്ടർ E1 ആൻഡ് വെക്ടർ E2. ഞാൻ ഈ രണ്ട് വെക്ടറുകളെ റിസോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്. E1 എന്നുള്ള വെക്ടറിനെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, E1 എന്ന് പറയുന്ന വെക്ടറിനെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോസ് കമ്പോണന്റ് അല്ലേടാ മക്കളെ ഇങ്ങോട്ട് ഉണ്ടാവുക. E1 നെ ഞാൻ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് അല്ലേ തീറ്റ. കണ്ടോടാ, തീറ്റ ഇവിടെയാണ് തീറ്റ. സോ ദിസ് ഈസ് ദി ഹൊറിസോണ്ടൽ കമ്പോണന്റ്. E1 ന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് അല്ലേ? അപ്പൊ അതെന്താണ്? E1 ഹൊറിസോണ്ടൽ കമ്പോണന്റ് E1 cos theta. എങ്കിൽ അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ഏതാണ് മക്കളെ? ഇതല്ലേ. സോ വാട്ട് ഈസ് ദിസ്? E1 sin theta. This is E1 sin theta. കണ്ട, ഈ വെക്ടറിനെ ഞാൻ റിസോൾവ് ചെയ്തു. ഏതെല്ലാം? E1 cos theta, E1 sin theta. ഈ വെക്ടറിന് നോക്കണ്ട, ഈ വെക്ടർ ഈ രണ്ട് വെക്ടർ കൂട്ടിയതാണ്, ഇയാളെ നോക്കണ്ട. ഇനി ഇതേപോലെ E2 നെ ഞാൻ രണ്ടെണ്ണമായിട്ട് റിസോൾവ് ചെയ്തു. അതെങ്ങനെ ചെയ്യാമടാ? ഇത് തീറ്റയല്ലേ? എങ്കിൽ ഇതും തീറ്റയല്ലേടാ? ഇതും തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ E2 നെ ഞാൻ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ E2 ന്റെ കോസ് കമ്പോണന്റ് ഇങ്ങോട്ട് തന്നെയല്ലേ?
ഇത് തന്നെയാണ് cos component of E2. So this is E2 cos theta. അപ്പൊ ഇവിടെ രണ്ട് വെക്ടർ ഉണ്ട്. ഇങ്ങോട്ട് രണ്ട് വെക്ടറായി. ഇവിടെ ഇത് ഒറ്റ വെക്ടർ ഞാൻ കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ രണ്ടെണ്ണം ഉണ്ട്. ഏതെല്ലാം? E1 cos theta, അതിലെ തന്നെ E2 cos theta. ഇനി ഏതാണ് ഇതിന്റെ വെക്ടർ വെർട്ടിക്കൽ കമ്പോണന്റ്? ഏത്? E2 ന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് അത് ഇങ്ങോട്ടല്ലേ. സോ ദിസ് ഈസ് E2 sin theta. അപ്പൊ ഈ പോയിന്റിൽ നേരത്തെ രണ്ട് വെക്ടറുകളാണ് ആക്ട് ചെയ്തത്, E1 ഉം E2. ഞാൻ E1 നെയും E2 നെയും 4 വെക്ടറുകളാക്കി മാറ്റി. E1 ന്റെ രണ്ട് കമ്പോണന്റും E2 ന്റെ രണ്ട് കമ്പോണന്റും. E1 ന്റെ രണ്ട് കമ്പോണന്റ് സൈൻ കമ്പോണന്റ് ഇങ്ങോട്ടാണ്, കോസ് കമ്പോണന്റ് ഇങ്ങോട്ടാണ്. E2 ന്റെ സൈൻ കമ്പോണന്റ് അങ്ങോട്ടാണ്, കോസ് കമ്പോണന്റ് ഇങ്ങോട്ടാണ്. ആ 4 വെക്ടറുകൾ ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലേ? അതെങ്ങനെ മാഷ് ഈക്വൽ ആവുന്നത്? E1 E2 ഈക്വൽ ആണ്. അതല്ലേ നമ്മൾ പറഞ്ഞത്? E1 ഉം E2 മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ? എങ്കിൽ E1 ന്റെ മാഗ്നിറ്റ്യൂഡും E2 ന്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്. അത് ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ആണ്. എങ്കിൽ കോസ് കമ്പോണന്റുകൾ പരസ്പരം സൈൻ കമ്പോണന്റുകൾ പരസ്പരം ക്യാൻസൽ ചെയ്യപ്പെടും. ഓക്കേ, ഓർമ്മിക്കുക. E1 sin theta and E2 sin theta cancelled each other. ഓക്കേ, പരസ്പരം ക്യാൻസൽ ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടാണെന്ന് ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ ഇനി ടോട്ടൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഈ രണ്ടെണ്ണം കൂട്ടിയാൽ മതിയല്ലോ. സി എന്ന പോയിന്റിൽ ഈ രണ്ടെണ്ണമല്ലേ ഉള്ളൂ. E1 cos theta ആവും, E2 cos theta ആവും. Therefore field due to എവിടെ സി എന്ന പോയിന്റിൽ കേട്ടോ, ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ is equal to ആ രണ്ടെണ്ണം കൂട്ടിയാൽ മതിയല്ലോടാ അല്ലേ? E1 cos theta plus E2 cos theta. അതിലെ E1 ന്റെയും E2 ന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കൂടെ? നമുക്കതിനെ ടോട്ടൽ ഫീൽഡിന് E എന്ന് വിളിക്കാം കേട്ടോ. സോ E is equal to 2E2 cos theta. കാരണം E1 equal to E2. Okay, then equal to 2 E2 എന്താണ് മക്കളെ? E2 എന്താ? 1/4πε0 പറയടാ, q by bc square cos theta. ഞാൻ cos theta എങ്ങനെ കണ്ടുപിടിക്കുന്നോ? cos theta കണ്ടുപിടിക്കാൻ വേണ്ടി മാഷ് എന്താ ചെയ്യുന്നത് അറിയാവോ? ഇതാ BOC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുക്കടാ. In triangle BOC, what is cos theta? കണ്ടടാ. A by BC അല്ലേ? A by BC. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായിടാ? 2 into 1/4πε0 Q A by BC square into BC, which is BC cube. Okay, അപ്പോ ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കുക. 1/4πε0 2 into QA by BC cube അല്ലേ? ഈക്വൽ ടു 1/4πε0. ഇതെന്താടാ? അത് P ആണ്. P by BC cube. ഇതെങ്ങനെ BC cube കണ്ടെത്തുക? അവിടെ വീണ്ടും ട്രയാങ്കിൾ BOC കൺസിഡർ ചെയ്താ. In triangle BOC, okay, BC square is equal to A square plus R square അല്ലേ? ഈ ഡിസ്റ്റൻസ് ആണല്ലോ. സോ A square plus R square. എങ്കിൽ BC എന്താടാ? A square plus R square raised to 1/2.
then what is BC cube? BC cube എന്താണ്? A square plus R square raised to 3/2. അപ്പോൾ BC cube എന്താണ് കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് എന്താക്കാം? E is equal to 1/4 pi epsilon 0 P by A square plus R square all raised to 3/2. So this is the field. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ ആ അസംഷൻ നടത്താം. If dipole is an ideal one, okay, for an ideal dipole, എന്താ ഒബ്സർവേഷൻ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് r ഇതാണ് ഒബ്സർവേഷൻ പോയിന്റ്, അവിടേക്കുള്ള ഡിസ്റ്റൻസ് r നെ കമ്പയർ ചെയ്യുമ്പോൾ a വളരെ ചെറുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായിടാ? E is equal to 1/4 pi epsilon 0 ഉണ്ടടാ p divided by ഇത് നെഗ്ലക്ട് ചെയ്തു കളഞ്ഞു. ബാക്കി എന്താണ്? r cube. So this is the field due to the dipole. This is the field due to dipole at any point on the equatorial line. ഏത് പോയിന്റ് എടുത്താലും അവിടേക്കുള്ള ആ പോയിന്റിലുള്ള ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ആക്സിയൽ ലൈനിൽ കണ്ടുപിടിക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓക്കെ, സോ ഇവിടെ E is related to distance by r raised to -3. അല്ലേ? വളരെ പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് ഫീൽഡ് ഇങ്ങോട്ട് പോകും, അങ്ങോട്ടും പോകും. ഓക്കെ, ഇനി നിങ്ങൾ അവിടെ നോക്ക്, ഇങ്ങോട്ടാണ് പിയുടെ ഡയറക്ഷൻ അല്ലെ, ഇതാണ് പി, ഇങ്ങോട്ടാണ് പി. നെക്സ്റ്റ് ഫീൽഡ് ഇ ഉണ്ടല്ലോ, അത് ഇങ്ങോട്ടല്ലേ, ഇതും കൂട്ടിയതല്ലേ, അത് ഇങ്ങോട്ടല്ലേ. ഫീൽഡ് അങ്ങോട്ടല്ല, ഡൈപോൾ അങ്ങോട്ട്, ഫീൽഡ് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ E is perpendicular, E and P are in opposite direction അല്ലേ. E and P, vector E and P are in opposite direction. That means angle between them is 180 degree അല്ലേ. Angle between them is in the angle between vector E and vector P is 180 degree. Okay. ഇനി ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി മക്കളെ നിങ്ങൾക്ക് മാഷ് പറഞ്ഞു തരട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആക്സിയൽ ലൈനിലുള്ള ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞിരുന്നു. എന്താണ്? 1/4 pi epsilon 0 2p/r³ അല്ലെ. ആക്സിയൽ ലൈനിൽ എവിടെയെങ്കിലും ഉള്ള ഫീൽഡ്, അതേ ഡിസ്റ്റൻസ് ഇതാ, ഇതിന്റെ സെന്ററിൽ നിന്നും r ഡിസ്റ്റൻസ് ഇങ്ങോട്ട് എടുത്താൽ, ഇതിന്റെ സെന്ററിൽ നിന്നും r ഡിസ്റ്റൻസ് എടുത്താൽ ആ ഡിസ്റ്റൻസിലുള്ള ഫീൽഡാണ് അത്. അതേ r ഡിസ്റ്റൻസ് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാലുള്ള ഫീൽഡാണ്, ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള ഫീൽഡാണ് എന്തെന്ന്? 1/4 pi epsilon 0 p/r³. അങ്ങനെയാണെങ്കിൽ ഈ ആക്സിയൽ ബൈ ഇക്വറ്റോറിയൽ എന്തായിരിക്കും മക്കളെ? എന്താണ്? 2. That means E axial is equal to 2 into equatorial. അപ്പൊ ഇതിന്റെ സെന്ററിൽ നിന്ന് ആ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് എടുത്ത് അവിടെയുള്ള ഫീൽഡ് അതേ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഫീൽഡ് പകുതിയായിട്ട് കുറയും. അല്ലെങ്കിൽ ഇവിടെയുള്ള ഫീൽഡിന്റെ ഡബിളാണ് ഇവിടത്തേക്കുള്ള ഫീൽഡ്. ഓക്കെ അല്ലേ? അപ്പൊ ഡൈപോൾ കാരണമുള്ള ഫീൽഡ് കണ്ടെത്തുന്ന രണ്ട് കേസുകളും നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി പറഞ്ഞു കഴിഞ്ഞു. ഒരു സംശയമില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാം. ഓക്കെ അല്ലേ?